ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് സർവകക്ഷി നേതാക്കന്മാർ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്യായമായി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിനായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഈ പ്രദേശത്തുള്ള സംയുക്ത എല്ലാ രാഷ്ട്രീയ പ്രത്യേകതകളും ഉൾപ്പെടുന്ന വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി മുതൽ വലിയ തോതിൽ ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും അതേ തുടർന്ന് ഓളോമിക്സ് അതുപോലെ തന്നെ ഡ്രൈവർമാർ ഒക്കെ ഈ 1.5 മാസത്തോളമായി പണിമുടക്കൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നോത്തുപറമ്പിൽ സർവകക്ഷികളുടെ നേതൃത്വത്തിൽ ക്രഷർ മുതലാളിമാരുമായി വിളിച്ച് ചർച്ച നടത്തുകയും ഈ അന്യായമായ വിലവർദ്ധനവ് പിൻവലിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംയുക്തമായി ആവശ്യപ്പെടുകയുണ്ടായി. കണ്ണൂർ ജില്ലയിൽ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ച കോറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മാർച്ച് 21-ന് കുന്നോത്തുപറമ്പ് LP സ്കൂളിൽ ബഹുജനങ്ങളെ അണിനിരത്തി സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. പേപ്പർ വായിക്കുന്ന ആളുകൾക്ക് റേഡിയം വലിയ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ കോടതി. ഇപ്പോൾ അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോ മുതലാളിമാരെല്ലാം ചേർന്ന് നമുക്കിപ്പോൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കാൻ അധികാരം ബന്ധപ്പെട്ട കക്ഷികളുണ്ട് എന്ന് പറയുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പൊതുമാർക്കറ്റിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ വിലയാണ് കണ്ണൂർ ജില്ലയുടെ പലയിടങ്ങളും കോഴിക്കോട്. പൊതുജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലേക്കാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. നിർമ്മാണ മേഖല അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ മേഖലയും സ്തംഭിക്കുന്ന വിധത്തിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് ജില്ലാ ഭരണകൂടവും അതിലിടപെട്ട് ഇത്രയും വേഗത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടപെടൽ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ KK സുധീർ കുമാർ, C പുരുഷു മാസ്റ്റർ, CK കുഞ്ഞിക്കണ്ണൻ, രവീന്ദ്രൻ കുന്നോത്ത്, KK ബാലൻ, TP അബൂബക്കർ, PP പ്രകാശൻ, KP യൂസഫ്, KP ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. 2023 സാമ്പത്തിക വർഷം അന്ന് 5 രൂപ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇനിയൊരു വർധനവ് ഉണ്ടാകുമ്പോൾ കലക്ടറെയും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അറിയിച്ചുകൊണ്ടായിരിക്കണം വർദ്ധിപ്പിക്കുന്നത് എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് അന്ന് പിരിഞ്ഞിരുന്നത്. പക്ഷേ 2024 നവംബർ 11-ാം തീയതി യാതൊരുവിധ അന്വേഷണമോ അല്ലെ കലക്ടറെ അറിയിക്കാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ സംഘടനകളെയോ അറിയിക്കാതെ 3 രൂപയുടെ വർധനവ് 2024 ഫെബ്രുവരി 11-ാം തീയതി ക്രഷർ മുതലാളിമാർ വർദ്ധിപ്പിക്കുകയുണ്ടായി. സമഗ്ര ന്യൂസ് പാനൂർ.